സ്പൈനൽ സ്ക്വാഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. എന്നാൽ അത് എന്തിനാണ് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. സോ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നസീഫ് പറഞ്ഞു കൊടുക്കൂ, റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമ്പൂർണ്ണ പരമാധികാര രാഷ്ട്രം, അഥവാ ജനങ്ങളാൽ പ്രസിഡന്റിനെ, പ്രധാനമന്ത്രി തുടങ്ങിയ ഭരണ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിനെയാണ് റിപ്പബ്ലിക്കൻ കൺട്രി എന്ന് വിളിക്കുന്നത്. അതിപ്പോ ഇന്ത്യ മാത്രമാണോ റിപ്പബ്ലിക്? അല്ല, നമ്മൾ ഒരുപാട് റിപ്പബ്ലിക് കൺട്രീസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്? ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് റിപ്പബ്ലിക് ആചരിക്കുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ ഭരിക്കപ്പെടുമ്പോഴാണ് അത് ശരിക്ക് 1929 ലാഹോറിൽ ചേർന്ന ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമ്മേളനത്തിലാണ് സമ്പൂർണ്ണ പരമാധികാര രാഷ്ട്രീയ ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ രാജ്യത്തിന് ഇത് എന്താക്കപ്പെടുന്നത്, പ്രഖ്യാപിക്കപ്പെടുന്നത് 1929 ഡിസംബർ 31-നാണ്. അല്ല, ഈ ജനുവരി 26-നാണ്. ജനുവരി 26-നാണ് എന്ത് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ലാഹോറിലുള്ള പരിപാടി നടക്കുന്ന അന്നാണ്. മറ്റേത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമാണ് ഈ പറയപ്പെട്ട ദിവസം, ജനുവരി 26 എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ബ്രിട്ടീഷ് റൂളിംഗ് ആയിരുന്നു. ഇവരുടെ ഈ ഒരു ഭരണാഴ്ചക്ക് ശേഷം നമുക്ക് തീരുമാനം ഉണ്ടായിരുന്നു എന്ത്, നമ്മുടെ ഇന്ത്യയെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ ആ ഒരു കാര്യത്തില് നമ്മള് തീരുമാനിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്, അതിന് ശക്തമായിട്ടുള്ള ഒരു ഭരണഘടന വേണം. ഭരണഘടനയുടെ ഒരു പിൻബലല്ലാണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ജനങ്ങൾക്കും തുല്യ അവകാശം ഉറപ്പുവരുത്തുന്ന ഭരണഘടന. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, സ്വതന്ത്ര ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം ആയിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ബംഗ്ലാദേശ് ഇതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നെല്ലാം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ശക്തമായിട്ടുള്ള ഒരു ഇന്ത്യയെ രൂപീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ഭരണഘടന ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ഡോക്ടർ അംബേദ്കറിന്റെ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി, പക്ഷെ 284 ആളുകളാണ് ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 2 വർഷം 11 മാസത്തോളം സമയം എടുത്ത് ഉണ്ടാക്കിയെടുത്ത വളരെ മിക്സ്ചറായിട്ടുള്ള വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ 100%. കാരണം നമുക്ക് ഈ ഒരു സംഭവം എടുക്കാനെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തന്നെ പറയാലോ, ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു വേൾഡ് ആണ്. അപ്പൊ നമ്മുടെ മിനിയേച്ചർ വേൾഡ് ആണ്. അപ്പൊ ഈ ഒരു മിനിയേച്ചർ വേൾഡിൽ നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി സ്വീകരിച്ച് ഇപ്പോ ഇത് 76ാമത്തെ റിപ്പബ്ലിക് ആണ് നമ്മളിപ്പോ ആഘോഷിച്ചു കഴിഞ്ഞത്. ഇത്രയും വർഷത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇന്ത്യ എപ്പോഴും ശക്തമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഈ ഒരു ഭരണഘടനയുടെ മേന്മ കൊണ്ട് തന്നെയാണ്. അപ്പോ ഈ ഒരു നേതാക്കന്മാരെ, അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ മറ്റേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിനു ശേഷം മറ്റേ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം വന്ന ഗവൺമെന്റ്, ജവഹർലാൽ നെഹ്റു, ആസാദ്, അവരൊക്കെ പോലത്തെ ഇവരുടെയൊക്കെ ഒരു ഇതിൽ തന്നെ പവർ തന്നെ ആയിരിക്കും 100%. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സമയത്ത് നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോ നമ്മുടെ ഈ ഒരു ഭരണഘടനയിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നട്ടെല്ല് എന്ന് പറയുന്ന സംഭവം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ സിസ്റ്റം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എന്താ പറയാ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കടമെടുത്തതാണ്. വേറെ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ട് നമ്മൾ ചെയ്താണ്. ഇപ്പോ പാർലമെന്ററി ഭരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോ നമുക്ക് തന്നെ അറിയാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൗരന്റെ അവകാശങ്ങൾ തട്ടി കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള റൈറ്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് മറ്റൊരു എപ്പിസോഡ് നടത്തേണ്ട രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ ഉള്ളതാണ് പിന്നീട് പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനം നമ്മൾ കടെടുത്തത് അമേരിക്കയിൽ നിന്ന്. ഇപ്പോ ഇന്ത്യ ആണോ ആദ്യത്തെ ലിഖിത ഭരണഘടന? അല്ല, ഒരിക്കലും അല്ല.
അത് ആദ്യത്തേത് ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കയാണ്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടേതാണ്. ഇന്ത്യയാണ്. പക്ഷെ ഇന്ത്യ അല്ല ആദ്യത്തേത്. ആദ്യത്തേത് അത് അമേരിക്കയാണ്. അമേരിക്കയാണ്. അതിന്റെ ശേഷം ഇപ്പൊ ലിഖിതമായിട്ടുള്ളത് ഇന്ത്യ, അലിഖിതമായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരുപാട് ബ്രിട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അലിഖിത ആ ഭരണഘടനയാണ്. രാജഭരണത്തിന്റെ ഒരു കാരണം ശേഷിപ്പോളം അതെ അല്ലെങ്കിൽ അതെ അതെ. അവരുടെ കാരണം അവരുടെ രാജഭരണമാണ് അതിന്റെ മെയിൻ. പിന്നെ അതിന്റെ പാരമ്പര്യത്തെ പിന്തുടർന്നിട്ടാണ് അവിടുത്തെ എല്ലാം ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആരെ മുകളിൽ നിർത്തും? ഇന്ത്യയുടെ ഇപ്പൊ നമുക്കൊരു രാജഭരണമോ അല്ലെങ്കിൽ ഒരു പട്ടാള ഭരണമോ ഇല്ലല്ല. കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ട് ആരെ നിർത്തും എന്നുള്ളതാണ്. അപ്പൊ കാരണം ഇത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇതിൽ നമ്മളുടെ ഏറ്റവും സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഏത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സിസ്റ്റം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഇന്ത്യയിൽ ഇപ്പൊ ഈ പറഞ്ഞ കൊച്ചു വേൾഡ് എന്ന് പറയുന്ന പോലെ രാജ്യങ്ങൾ കണക്കിനാണ് നമുക്ക് സംസ്ഥാനങ്ങളുള്ളത്. കാരണം വേറെ വേറെ ഭാഷകള്, വേറെ വേറെ അതെ വേറെ വേറെ കൾച്ചർ, ഭാഷ, നമ്മുടെ ഒരു മുഖച്ഛായ, രൂപസാദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം. വസ്ത്രധാരണ തന്നെ നമ്മളെ കേരളത്തിലെ ടൈപ്പ്, തമിഴ്നാട്ടിലെ ടൈപ്പ്, കർണാടകയിലെ ടൈപ്പ്, കൾച്ചർ രാജസ്ഥാനിൽ പോയ കളർഫുൾ ഡ്രസ്സായി, കാശ്മീർ പോയ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾക്കിടയിൽ ഇപ്പൊ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്, പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്, പിന്നെന്താ പറയാ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ വേറെ വേറെ ദസറ, അങ്ങനെ വേറെ വേറെ ഒരുപാട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ കൾച്ചേഴ്സ്, അവരുടേതായ ആഘോഷങ്ങൾ, അവിടുത്തേതായ റീജിയൺ ആയിട്ട് തിരിക്കാനും കൂടെ പറ്റും. പൊങ്കലൊക്കെ നമ്മൾ പാലക്കാട് സൈഡിൽ ഉണ്ട്. അതുപോലെ അത് നമുക്ക് എന്താണ് പാലക്കാട് സൈഡിൽ ഉണ്ടെന്ന് പറയാനുള്ള കാരണം, പാലക്കാട് കുറച്ച് തമിഴ്നാടുമായിട്ട് ഉള്ള ഇതാണ്. അത് തന്നെയാണ് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഉണ്ടായിരുന്നത്. കാരണം ഇപ്പൊ നമുക്കിപ്പോഴും കാശ്മീരിന്റെ വിഷയത്തിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിപ്പോ സംസ്ഥാനം റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ. അപ്പൊ ഇനി ഒരു രാജ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഓരോ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആളുകളുടെ നമ്മൾ തന്നെ പറയുമല്ലോ, എങ്ങനെ ഇപ്പൊ ഒരു ചൈനീസ് മുഖസാദൃശ്യമുള്ള നമ്മളെ നോർത്ത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ആ ഒരു ഇതിലേക്ക് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അതെ അതെ, അങ്ങനത്തെ ഒരു ടച്ച് ഉള്ളവരും കാര്യങ്ങളും. അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഏത് ഈ സംസ്ഥാനങ്ങളെയൊക്കെ രൂപീകരിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം ഈ ഒരു നമ്മളുടെ ഇന്ത്യയില് ഈ ഒരു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമുക്ക് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് നമുക്കറിയാലോ ഇങ്ങനെ സംസ്ഥാനങ്ങളല്ല, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് എന്താണ് ഒരുപാട് ചെറു രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങളായിട്ട് കൊണ്ടുപോയിരുന്ന ഒരു സിസ്റ്റമായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ മാറ്റി ഓരോ സംസ്ഥാനങ്ങളാക്കിയിട്ടും ഇപ്പൊ ഇതാക്കിയിട്ട് മാറ്റാനുള്ള ഒരു പ്രത്യേക പദവി കൊടുത്ത് ഇന്ത്യന്റെ കൂടെ നിർത്തിയത് അതിപ്പോ അടുത്ത് ഒഴിവാക്കി. അപ്പൊ അങ്ങനെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒഴിവാക്കുകയും ചെയ്തു. അതെ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം നമ്മളിപ്പോഴും പറയും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അതിനെ ചൊല്ലിയിട്ട്. ഇതിന്റെ മുമ്പാണെന്നുണ്ടെങ്കിലും ഹിന്ദി പ്രശ്നങ്ങളായിട്ടും ഇപ്പോഴും നമ്മളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും പല അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതെ. ഇപ്പൊ ഈ അത് തന്നെ പറയുന്നത്, ഇപ്പൊ ഈ ഒരു സംസ്ഥാനങ്ങളുടെ മാറ്റാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞു. കാരണം ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദി സംസാരിക്കുന്നവര് തമ്മിൽ പ്രശ്നമുണ്ട്. നമുക്കിപ്പോ ഒരു ഹിന്ദി സംസാരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഇന്ത്യക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഹിന്ദിയെ പൊതുവെ നമ്മൾ പറയുന്നത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ തമിഴ് സിനിമ നടന്ന പ്രശ്നമൊക്കെ ഉണ്ടായല്ലോ, ഹിന്ദി രാഷ്ട്രഭാഷയല്ല. അതെ 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 അതെ. കാരണം ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് ഇതിന്റെ മുമ്പ് ഉണ്ടായിരുന്നതാണ്, നമുക്കറിയാം. പിന്നെ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. അപ്പൊ ദ്രാവിഡ രാജ്യം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഖലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു രാജ്യം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ പഞ്ചാബിൽ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ വിഭജിച്ച് പോകാനുള്ള സാധ്യതകൾ വളരെ ഏറെ ആയിരുന്നു. തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മാപ്പൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ഇത് ദ്രാവിഡ രാഷ്ട്രം, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഉൾപ്പെടുന്ന ഒരു വലിയൊരു ഏരിയ ആണ് ദ്രാവിഡ രാഷ്ട്രം. ഞങ്ങൾ ദ്രാവിഡിയൻസ് കൾച്ചറിലുള്ള ആൾക്കാർ മൊത്തം ഞങ്ങളെ രാഷ്ട്രമാണ്. ഞങ്ങളെ മറ്റേ പാർലമെന്റില് ബില്ല് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവഗണിക്കണം. അപ്പൊ ഞങ്ങൾക്ക് സ്വന്തം രാഷ്ട്രമാണ്, ഞങ്ങളെ വിട്ടുതരാന്നൊക്കെ പറഞ്ഞു. അടുത്ത ഇലക്ഷനിൽ തമിഴ് രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഇതായിരിക്കും. കാരണം ഈ ടിവിക്ക് വിജയന്റെ പാർട്ടി ടിവിക്കായാലും മറ്റേ സ്റ്റാലിന്റെ പാർട്ടി എല്ലാരും ചോദിക്കുന്നതാണ്. കാരണം അത് അവർക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു ഓഫറാണ്. ഇതിനോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. നമ്മുടെ നാട്ടിലൊക്കെ പാർട്ടികൾ ആവുന്ന സമയത്ത് ഇപ്പോ UDF അല്ലെങ്കിൽ UDF പാർട്ടിയുടെ ഒരു ആശയത്തിലുള്ളവരാണ്, LDF പാർട്ടിയുള്ള ഒരു ആശയത്തിലുള്ളവരാണ്. നമുക്കിപ്പോ
ഇത് 3ഉം 4ഉം ഒക്കെ ടൈപ്പ് പാർട്ടികളാണ്. പാട്ട്. നേരെ മറിച്ച് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന മുഴുവൻ ദ്രാവിഡ രാഷ്ട്രീയമാണ്. അതെ. എല്ലാരും പറഞ്ഞ ദ്രാവിഡ അതിപ്പോ രാഷ്ട്രീയം. തമിഴ്നാടിന്റെ ദ്രാവിഡ രാഷ്ട്രീയം തന്നെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാക്കാൻ വേണ്ടിയിട്ട് വരെ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പൊ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അഥവാ ഒരു ഇന്ത്യയിൽ ഇപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് അങ്ങനെ ഒരു സ്ട്രാറ്റജി എന്താ ഇപ്പൊ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി നോക്കിയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നമ്മുടെ NRCയും അല്ല ഇതും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാം അതിന്റെ ഓരോരോ ശരിക്കും NRC CA പോലത്തെ ഇതൊക്കെ ശരിക്കും പക്കാ കോൺസ്റ്റിറ്റ്യൂഷനെ ബ്രേക്ക് ചെയ്യുന്ന, അത് നമ്മുടെ ഭരണഘടനക്ക് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചെടുക്കാൻ പറ്റും. ഭരണഘടനക്ക് മാത്രമല്ല ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റീജിയൻ സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും അവകാശം തീർച്ചയായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമുക്ക് തന്നെ അറിയാം. അതെ, എന്നിട്ട് പോലും നമുക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഒഴിവാക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് നമ്മള് അതുകൊണ്ട് തന്നെയാണ് അത് ഇല്ലാണ്ടായി പോയത്. മിനിസ്റ്ററോ MP ആരോ പറഞ്ഞ കേട്ടല്ലോ മുന്നേ, മദ്രസകൾ പൊളിച്ചു കളയണം, ഇത് എന്താ അവിടെ അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഏത് മതമാണേലും ഇപ്പൊ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ തന്നെ പറയുന്നത്. കൾച്ചർ ആൻഡ് ഡൈവേഴ്സിറ്റി നമുക്കുള്ള ഒരു ഇതും കാര്യങ്ങളൊക്കെ ഈ കൾച്ചേഴ്സിനെ കേസ് പറയുമ്പോ ഇവിടെ കണ്ടല്ലോ മണിപ്പൂരില് ഒരു ക്രിസ്ത്യാനിറ്റി വിഭാഗത്തെ മൊത്തം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്ത്യാനിറ്റി എന്നല്ല അവിടുത്തെ ഒരു വിഭാഗത്തിനെ നമ്മൾ കത്തിച്ച് ചാമ്പലാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ അവകാശം ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈംസ് ഉണ്ടാവുന്നുണ്ട്. അതിനെതിരെ നമുക്ക് സംസാരിക്കാൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഓഫർ ചെയ്യുന്ന മെയിൻ ഒരു കാര്യം എന്താ അറിയോ, ഭരണപക്ഷം മാറി വരുന്നില്ലത് മുന്നേ വിഷണറി ലീഡേഴ്സ് ആണ് വരും. പല കാലത്തും പല ടൈപ്പ് ഭരണമായിരിക്കും, പല ആൾക്കാരായിരിക്കും, ഓൽക്ക് പല ആശയങ്ങളായിരിക്കും. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ നാട്ടിലെ പൗരന്മാർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടി തന്ന ഇവരുടെ പിന്മുറക്കാര് ഇവിടെ ജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുന്നില്ല കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇങ്ങനെ തന്നത്. അത് നമുക്ക് സമരം ചെയ്യാന് അല്ലെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ എന്തെങ്കിലും ഹനിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനക്കെതിരായിട്ടുള്ള സംഭവങ്ങൾ നടക്കപ്പെടുന്നു കണ്ട് നമുക്ക് അതിന് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും പ്രൊട്ടസ്റ്റ് നടത്താനും ഇവരെ തിരിച്ചു വിളിക്കാനും പോലുള്ള സെറ്റപ്പാണിത്. 100% ആ ഒരു ദീർഘവീക്ഷണം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രം ഇങ്ങനെ സംഭവം. നമ്മൾ പുറത്തെ രാജ്യത്ത് പോയി സമരം ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ സൗദിയിലൊക്കെ പോയി സമരം ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യമുണ്ടോ? അതുണ്ട്. കാരണം എല്ലാ തൊട്ടിനും പിടിച്ചിനൊക്കെ സമരങ്ങളും ഹർത്താലുകളും വന്ന് അന്ന് നമ്മുടെ ഒരു എന്താ പറയാ അത് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അപ്പം എന്താന്ന് സംഘടന ഉണ്ടാക്കി ഇറങ്ങുക 100%. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഘടനകൾ ആവശ്യമാണ്. കാരണം സംഘടനകൾ കൊണ്ട് എല്ലാ കാര്യത്തിനും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഹർത്താൽ കൊണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകളുടെ ജീവിത മാർഗവും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ദിവസം. പക്ഷെ അവധി ദിവസം അല്ലാണ്ട് കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് ജീവിക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനത്തെ കാര്യം ബാധിക്കുന്നുണ്ട്. പക്ഷെ അവകാശങ്ങൾ തട്ടിക്കേൾക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചു ഏത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മൗലികാവകാശത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഈക്വാലിറ്റി എല്ലാവർക്കും ഇന്ത്യയിലുള്ള ഓരോ പൗരനും ആ ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സംവരണം പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക കാര്യങ്ങളൊക്കെ ഉള്ളത് അതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള കാര്യങ്ങളാണ്. അതിനോട് നമുക്ക് ഒരിക്കലും യോജിപ്പില്ല. അതിന് നമുക്ക് വേറൊരു ഇതിലേക്ക് തന്നെ വരാം. അതൊരു ഒറ്റ എപ്പിസോഡോട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഈ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടു ചൂസ് റിലീജിയൻ എന്നുള്ളത്. റിലീജിയൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്കത് പ്രചരിപ്പിക്കാനും കൂടെ ഉള്ള അവകാശം ഉണ്ട് എന്ന് പറയും. ഇനിയിപ്പോൾ അത് റിലീജിയന്റെ കാര്യം മാത്രമല്ല, ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ഏത് മതസ്ഥരും ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഏതോ ആയിക്കോട്ടെ, ബുദ്ധമതം ഉണ്ട്, അല്ലെങ്കിൽ ഇനി ഒരു മതമില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ ഏത് മനുഷ്യനും ഒരു ഇന്ത്യൻ പൗരനും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിപ്പോ നമ്മളുടെ ഒരു ഇപ്പൊ റൈറ്റ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് തന്നെ പറയാം, ഫുഡിന്റെ വിഷയം എടുക്കാലോ. ഏത് ഇവിടെ ഗോവധ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കാനുള്ള അവകാശം വരെ ഹനിക്കപ്പെട്ട ഒരു സമയമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ. നമുക്കറിയില്ല കൊല്ലപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു യുപിയിലും കർണാടകയിലൊക്കെ പോലത്തെ സ്ഥലങ്ങളില് ഒരു മനുഷ്യൻ കഴിച്ചു എന്ന് പറഞ്ഞാണ്ട്
അത് കണ്ടിട്ടുണ്ടാവൂല. ഇല്ല, ഒന്നും ആയിട്ടുള്ള, കാരണം അത് നമുക്ക് നോക്കിയാൽ കാണാം. അപ്പൊ നമ്മുടെ കേരളത്തിൽ അത് ബാധകമല്ല. കേരളത്തിൽ ഇപ്പൊ എന്തെങ്കിലും കൂടെ നമ്മൾ ബീഫ് അതെ ബിരിയാണി അതെ കഴിച്ചുള്ളൂ. അത്രേ അതുകൊണ്ട് ഉള്ളൂ. അതൊരു ബാധകമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഇത് ഞാൻ പുറത്തേക്ക് നമ്മൾ പറഞ്ഞ ഇത് ചിന്തിക്കുമ്പോ ഇത് എന്താ അറിയോ, ഇത് ആൾക്കാര് മതത്തിന്റെ ബേസിലല്ല, പക്ക മുതലെടുപ്പ് പൊളിറ്റിക്കലി യൂസ് ചെയ്യാണ്. മുതലെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കലി നമ്മള് അവരുടെ ഒരു യൂട്ടിലൈസ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാനുള്ള കാര്യമാണല്ലോ, ഏറ്റവും കൂടുതൽ ഈ ഒരു ബീഫ് എന്താ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ രണ്ടാമതാണ് ഇന്ത്യ അതെ, നിൽക്കുന്നത്. മതപരമായ ഒരു ലാർജസ്റ്റ് കേസ് സെക്കൻഡ് ആണെങ്കിൽ മതപരമായ ഒരു സെക്കൻഡ് കേസ് ലാർജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന സമാധാനമാണ്, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന സാഹോദര്യമാണ്. ഇത് ആ ഒരു കേസല്ല. ഇത് നമുക്ക് നമ്മുടെ മതപരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യുക. നമ്മളത് മറ്റു എന്ന് മതസ്ഥർക്കും വെച്ച് അതുപോലെ കഴിഞ്ഞാല് തന്നെ. അതിപ്പോ പുറത്ത് തന്നെയുള്ള ഇസ്ലാമിക് കൺട്രീസിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ നമുക്ക് കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് അവിടെ. അതെ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ കൺട്രീസ് ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഒരു മുടി പോലെ അവർ പറയുന്ന പോലെ വെട്ടാൻ പറയുന്ന അങ്ങനത്തെ കൺട്രീസ് ഉണ്ട്. ആ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എത്ര അതെ ഭാഗ്യവാന്മാരാ, അതെ നമ്മൾ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. ഇത് ചുരുക്കം ചില കേസസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താ എന്താ പറയാ, നമ്മൾ പ്രൗഡാണ് അതെ ഇന്ത്യൻസ് ആയിട്ട് ജനിച്ചതിൽ. കാരണം ഈ ഭരണഘടനയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ 76ാമത്തെ വർഷമാണ് ഇന്ത്യ ഇങ്ങനെ നിലകൊണ്ടുപോകണേ. ഇനിയും ഒരു 76 അല്ല 760 അല്ല എത്ര വർഷമാണെങ്കിൽ വരെ അത് ഇതുപോലെ തന്നെ പോകട്ടെ എന്നുള്ളത് നമുക്ക് ആശിക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇനി ഓരോരോ നമ്മുടെ പ്രശ്നങ്ങൾ എടുത്ത് പറയാം. ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഗോവധ നിരോധനം ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരാളുടെ ഒരു മനുഷ്യന് ഭക്ഷിക്കേണ്ടത് എന്താണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും കയറി ഭക്ഷിക്കാന്നല്ല പറയണേ. അതെ നാളെ ഈ പോയിട്ട് പെരുമ്പാവിനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ജയിലിൽ പോണ്ടി പറ്റില്ല. കിടക്കേണ്ടി അതെ വരും. കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഗോവധ എന്നുള്ള ആ ഒരു ഇത് നമ്മള് ഓരോ കേസ് എടുത്തു കഴിഞ്ഞാലും ഇത് മുസ്ലിം ഭക്ഷിക്കുന്നുണ്ട്, ഹിന്ദു ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം എല്ലാ വിഭാഗക്കാരും അതെ ഭക്ഷിക്കുന്ന ഇത് തന്നെയാണ് ഇത്. പക്ഷെ ഒരു വിഭാഗത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്കെതിരെ ഇത് ആരോപണം അധിക്ഷേപിച്ച് അവരെ കൊല്ലുക, അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, അതാണ് ഇതിനോട് ഉദ്ദേശിക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ കഴിഞ്ഞ ഇലക്ഷൻ തമ്മിൽ ടൈമിലൊക്കെ തല്ലിച്ച് ഏകദേശം അത് കണ്ടതാണ്. 100% എന്താണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട, അജണ്ട എന്നുള്ളത് എവിടേക്കാണ് രാജ്യത്തിനെ ഇതിനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതെന്നുള്ള എന്നുള്ളതൊക്കെ. നമ്മൾ കണ്ടാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു അജണ്ട കൊണ്ട് ഇന്ത്യയുടെ ഒരു മുന്നോട്ട്, ഇപ്പൊ നമ്മൾ ഓരോ വർഷവും മുന്നോട്ട് ചിന്തിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ ഇത് ഇന്ത്യ ശരിക്കും കൊണ്ടുപോകുന്നത് പിന്നോട്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ പക്ഷേ ഈ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, അതായത് മനുഷ്യന്റെ ഉള്ളില് ഈ ഒരു എന്താ ഇത് കുത്തി വെച്ചിരിക്കുകയാണ്. ഏത് വർഗീയത കുത്തി വെച്ചു ഒരാളുടെ ഇപ്പോ ഇപ്പൊ നമ്മളാണെന്ന് ഫ്രീ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക്, മതം ഇല്ലാണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക്, അതായത് മതത്തിന്റെ ബേസിൽ നമ്മൾ ഇതാക്കുക, ബാക്കി എല്ലാ സാഹോദര്യം കാര്യങ്ങളുമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ തലയുടെ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മതം ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് നമ്മളുടെ അവകാശങ്ങളല്ല ഏത് നമ്മള് മതാലും അതെ അതെ ഏത് മതവും നമ്മൾ പറയുന്ന ഒരു ഹിന്ദു മതമാണോ അതെ മുസ്ലിം മുസ്ലിം മതമാണോ മതമല്ല, സിഖ് മതമാണോ ഏത് എന്നുള്ളതല്ല. മതമായാലും ഏത് മതമാണെങ്കിലും ഒരാളുടെ തലയിലേക്ക് മതം ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അയാൾ ചിന്തിക്കുന്നത് ആ ഒരു ബേസിലായിരിക്കും. കാരണം അതാണ് വർഗീയത ഇൻജക്ട് ചെയ്ത് അതിന്റെ പിന്നിൽ കളിക്കുന്നു എന്നാണ് നമ്മളവിടെ പറയുന്നത്. ഈ പാർട്ടികള് ഇവർ നമ്മുടെ ശത്രുക്കളാണെന്നുള്ള രീതിയിൽ പാർട്ടികൾ പഠിപ്പിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 100%. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ എന്താ പറയാ, ഒരു എന്തെങ്കിലും ഒരു അമ്പലത്തിൽ നിന്നോ അതിന് എന്തെങ്കിലും ഘോഷയാത്ര വരുമ്പോ നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നു, ഇവിടെ തീർച്ചയായിട്ടും തിരിച്ചു വരുന്നു. നമ്മുടെ അതൊക്കെ നാട്ടിൽ വലിയ തന്നെ കാര്യമായിട്ട് ഇന്നലെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടതാണ്. എന്നുവെച്ചാൽ അതൊക്കെ വലിയ കാര്യമായിട്ട് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. അതെ കാരണം അതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? ഇല്ല, നമ്മുടെ സഹോദരന് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങള്. അപ്പൊ ഇതൊന്നും ഇത്ര എന്താന്ന് വെച്ച് നമ്മുടെ കഴിഞ്ഞാൽ നാട്ടിൽ ഇത് സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ച, നമ്മൾ എത്രയോ അത്ഭുതമായിട്ടുള്ള വർഷങ്ങളായിട്ട് നമ്മൾ വിഷയമൊന്നുമല്ല. കാണുന്ന ആള് ഇതാണ്. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തമ്മിൽ തല്ലിക്കാനും അതെ തെറ്റിക്കാനൊക്കെ. അത് ഓരോ നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കൂടെയാണ്. അപ്പൊ നമ്മളിപ്പോ വിഷയം നമ്മൾ ഭരണഘടനയിൽ നിന്ന് വളരെ പോട്ട് വന്നു. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു ഭരണഘടനന്റെ ശാഖയിൽ നിന്ന് ഇങ്ങനെ പോയി നമ്മളിപ്പോ എത്തി നിൽക്കണ എന്താ വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ കഴിഞ്ഞ ഒരുപാട് വിഷയങ്ങളിലെത്തി. നമുക്ക് ഇനി കറണ്ട് വീണ്ടും തിരിച്ച് പൊളിറ്റിക്സിലെത്തി. എന്ത് ചെയ്യാ, ഭരണഘടനയിലേക്ക് തന്നെ വരാം. അപ്പൊ ഈ സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞതിനായിട്ട് തന്നെ ചോദിക്കേണ്ടത്. അപ്പോ മറ്റൊരാള് അവിടെ ഇതിന്റെ പറഞ്ഞ കേസ് അപ്പീൽ പോകുന്നു, എന്നിട്ട് പള്ളികളൊന്ന് പൊളിക്കപ്പെടുന്നു. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ട പോലെ മറ്റേ സമ്പൽ ഷാഹി മസ്ജിദ് മറ്റേ അവിടെ പണി തുടങ്ങി, സർവേക്കാള് വന്നു, പെട്ടെന്ന് ആൾക്കാര് ഇതിനെ ചോദ്യം ചെയ്യാൻ പോകുന്ന ആൾക്കാരെ എന്താ വെടിവെക്കുന്നു, അത്ര ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുന്നു. പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വിഷയം പഠിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ ലീഡേഴ്സ് വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുന്നു. കിലോമീറ്ററുകൾ അപ്പുറത്ത്
ഈ പോലീസ് ഇത്രയും കറണ്ട് പൊളിറ്റിക്സിലെ ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു വോയിസിലൊരു പാർട്ടി തന്നെയാണ് ഈ ഭരണപക്ഷത്തിനെതിരെ ഒരു സംസാരിക്കാൻ ഏകാധിപത്യ ഇത് ആ ഒരു പലപ്പോഴും സെറ്റപ്പിലേക്ക് വരുന്നുണ്ട്. അത് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ഇലക്ഷന് റിസൾട്ട് ഇത്രത്തോളം ആയതുകൊണ്ട് തന്നെ വലിയ നമുക്ക് ആശ്വസിക്കാൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കാരണം എന്താന്ന് വെച്ചാല് അതിന്റെ ഒരു മാറ്റമുണ്ട്. ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ വർഷത്തെ അതായത് കഴിഞ്ഞ ഇലക്ഷനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നുകൂടെ വന്നിരുന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിരുന്നു. കാരണം തീർച്ചയായിട്ടും ഒരു കൺട്രിയിലും ഏകാധിപത്യമായിട്ട് ഒരു രാജ്യത്തും ഏകാധിപത്യത്തോട് കൂടിയിട്ട് ഒരു പാർട്ടിയെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇല്ല കാരണം ഇതിങ്ങനെ രണ്ടുമല്ല തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അങ്ങോട്ട് മാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താന്ന് മാറുന്നതാണ്. വെച്ച് കഴിഞ്ഞാല് രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അല്ല സിമ്പിൾ ആയിട്ട് എന്നോട് ചോദിക്കാൻ ആരുണ്ട് എന്നുള്ളൊരു നിലപാട് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നിയ പോലെ എന്തും ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു ഇതുള്ളത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഈ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഭരണഘടനയിൽ തന്നെ നമുക്ക് തിരുത്താൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊന്നാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് അതിനെ നട്ടല് എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഭരണഘടന വരുന്നവരെ നമ്മൾ ഏത് കേന്ദ്രീകരിച്ച് നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നേ, നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പരിഷ്കരിച്ചുകൊണ്ട് അതിലാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഈ ഒരു എന്ത് വരുന്നത്, ഭരണഘടന അംബേദ്കറിന്റെ നേതൃത്വത്തില് ആയിട്ട് വരുന്നത്, നിലവിൽ വരുന്നത്. അത് വരുന്നത് 1949 നവംബർ 26-നാണ് അംഗീകരിക്കപ്പെട്ടത്. അത് 1950 ജനുവരി 26-ന്, അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ അല്ല, ലാഹോറിലല്ല, ലാഹോറിൽ 1929-ആണ്. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1949 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇപ്പൊ നമ്മൾ ഈ കടമെടുത്ത ഓരോരോ കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞവരാണ് ഏകാധിപത്യത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം പാർലമെന്ററിയിൽ ഇപ്പൊ നമുക്കൊരു ബില്ല് പാസ്സാക്കണം, ഇതിലൊരു ബില്ല് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും കടമ്പകളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ചെയ്യണം. നിയമസഭയിലും 3/2 ഇതില് പാസ്സായിട്ട് ചെയ്യണം, മറ്റേ രാഷ്ട്രപതി ഒപ്പുവെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാനങ്ങളുടെ 28 സംസ്ഥാനങ്ങളിലെ പകുതി പ്രമേയം പാസ്സാക്കി അത് അവതരിപ്പിച്ച് പാസ്സാക്കണം. ഇത്രയും റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മളെ മുന്നേ എന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് തിരുത്താൻ പറ്റില്ല. ഇല്ല, അത് തന്നെ ആ ഒരു കേസിന്റെ ആസ്പദമാക്കിയിട്ടാണ് ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അതും ചോദിച്ച് നമ്മൾ അവകാശത്തെ തട്ടി ചോദിച്ചുകൊണ്ട് നമ്മൾ ജുഡീഷ്യറി ഉണ്ട്. അതെ, ജുഡീഷ്യറി ഉണ്ട്, സുപ്രീം കോടതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും മുകളിൽ ഒരാളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് പ്ലേസ് ചെയ്ത് കാണും. എന്നാൽ ആ മുകളിലുള്ള ആളാണോ എല്ലാം? അല്ല. അതാണ് നമ്മളുടെ ഒരു ഭരണഘടനയിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ആ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും കാലം ഇത്രത്തോളം കാലം നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ആ ഒരു സ്ട്രെങ്ത്തിന്റെ ബലം കൊണ്ട് തന്നെയാണ്. അപ്പം ഭരണഘടന ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന നമ്മുടെ ഭരണഘടന, അതിനെ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ നമ്മളെ ഇടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അതിനൊക്കെ പൊളിച്ച് ഇതാവുന്ന ജുഡീഷ്യറിയിൽ പോകാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ട് എന്ത് ചെയ്യാതെ പോകുന്നത് ഈ ഭരണഘടനയുടെ പവറാണ്. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഭരണഘടന നമുക്ക് തരുന്ന ഒരു ബലം അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു ഉറപ്പ്, സുരക്ഷ, അത് അംഗീകരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ റിപ്പബ്ലിക് ഡേയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വേറെ ഇനിയിപ്പോ നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. വിഷയങ്ങൾ നമ്മൾ മാറിപ്പോകും. അതായത് നമ്മൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണെങ്കിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു വലിയ സമയം തന്നെ വേണം. നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണ സ്വാതന്ത്ര്യം അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ അത് മാത്രം സംസാരിക്കാനുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ ഭക്ഷണത്തിന്റെ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ബീഫിന്റെ കാര്യമല്ല പറയണേ, പോർക്കിന്റെ കാര്യമല്ല പറയണേ, അല്ലെങ്കിൽ എന്താ പറയാ ഏതോ ഭക്ഷണമുള്ള കാര്യമല്ല പറയണേ. ഇതെല്ലാം ഈ ഒരു ഫുഡ് ചെയിനിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം മനുഷ്യനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാനിനെ കഴിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യയിൽ അലൗഡ് അല്ല, പക്ഷെ മാനിനെ കഴിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്, മയിലിനെ കഴിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അത് അലൗഡ് അല്ല, നമുക്കത് കഴിക്കാൻ പാടില്ല. പക്ഷെ ഈ ഗോവധത്തിന്റെ കാര്യത്തിൽ ഇത് പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ ഇതിപ്പോ ഒരു ബീഫ് എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഗോമാത എന്ന് പറയുന്നത് പശുവായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഇതായിട്ടാണ്. പക്ഷെ ഇത് ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമാണ്. അല്ലെങ്കിൽ കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ട് വരെ
കൊല്ലുന്ന സമയമുണ്ട്. അതെ, അപ്പൊ അതൊക്കെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. പിന്നെ അത് മാത്രല്ല, ഒരു ഭക്ഷണം എന്നുള്ളത് ഒരാളുടെ ചോയ്സ് ആണ്. അയാൾക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാൻ, വർജിക്കണം എന്നുണ്ടെങ്കിൽ അത് വർജിക്കാം. അത് അയാളുടെ മാത്രം ചോയ്സ് ആണ്. ഒരിക്കലും നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരാളെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല ഇതൊന്നും. പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ബുദ്ധിയും നമ്മുടെ സെൻസും വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യമാണ് ഇതെല്ലാം മാനിപ്പുലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കലി യൂസ്ഡ് ആണ്. കാരണം ഈ പറയുന്ന എന്താ പറയാ, പശുക്കൾക്കോ അല്ലെങ്കിൽ ഇതിനൊന്നും നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, ഒരു സുരക്ഷയും നമ്മുടെ റോട്ടിൽ കൊടുക്കുന്നില്ല. ഇതിന്റെ ഇതിങ്ങനെ ക്രമാതീതമായിട്ട് കൂടിയിട്ടും ഇതായിട്ടും രാജസ്ഥാൻ റൂട്ട് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം എന്താണ് ചത്ത് ചീഞ്ഞ് റോഡ് സൈഡിൽ ഇങ്ങനെ ഭയങ്കര ദുർഗന്ധം വമിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനവിടെ നീക്കം ചെയ്യാൻ ആളില്ല. ഒരു ഫുട്ടേജ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിടും. കാരണം ബീഫ് കഴിക്കുന്ന നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. ബീഫിനെ അമ്മയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, ഐ മീൻ ഗോമാതായിട്ടോ ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഇതൊന്നും കാണാനില്ല. പക്ഷെ ഇതിന് ഇത്രയും പൂജയായിട്ടും മാലയൊക്കെ ഇട്ട് കൊണ്ട് നടക്കുന്ന ഓരോ നാട്ടില് ഇത് ചത്ത് ചീഞ്ഞൊരു ഭാഗത്ത് ഇങ്ങനെ കൂടി കിടക്കുമ്പോഴും അതിനെ പോലും എന്താ പറയാ ഇതാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, മനുഷ്യന് ആംബുലൻസ് ഇല്ലാന്നുണ്ടെങ്കിലും ഇതിന് ആംബുലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് അല്ല നമുക്ക് പൊതുവെ. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഗോവധ നിരോധന ആക്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഈ ഒരു കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടക്കുന്ന രണ്ടാമത്തെ രാജ്യം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട്, ഇത് മാത്രമല്ല ഇനിയും പറയാനാണെന്നുണ്ടെങ്കിൽ റിലീജിയന്റെ കാര്യം നമ്മൾ പ്രചരിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, സമത്വത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, ന്യൂനപക്ഷങ്ങളെ നോക്കുന്നത് അവരുടെ സംരക്ഷണം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാനുണ്ട്. സംവരണത്തിന്റെ കേസാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതെല്ലാം നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഇതിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ തന്നെ വീഡിയോ എന്തായാലും ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇനിയും കൂടുതൽ പറയാണ്ട് ഓരോരോ വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ച് ആളുകളെ കൊണ്ടുവന്ന് അതിലെന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നിങ്ങളോട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം മൈൻഡപ്പ് അല്ലേ. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഇത്തരം കാര്യങ്ങള് ഒരു ആൾക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ കരുതുന്നു. ഇപ്പൊ ഞങ്ങളുടെ കയ്യിലും ഇല്ലെങ്കിലൊക്കെ കൂടുതൽ ആശയങ്ങൾ നിങ്ങളുടെ കയ്യിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇത്രയും കണ്ടത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ എന്നുള്ളതല്ല, എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.